ചൂതാട്ടം നടത്തി വൻ കടബാധിതയായി ഭാര്യയെയും 3 പെൺമക്കളെയും കൊലപ്പെടുത്തി മുങ്ങി തൊഴിലാളി പിടി. ഡൽഹിയിലെ ആസാദ്പൂർ മണ്ഡിയിലാണ് അമ്മയെയും 3 പെൺമക്കളെയും കഴുത്തറുത്ത് അയാൾ കൊന്നത്. മുൻചുൻ കെവാത്ത് 30 വയസ്സുകാരനാണ്. ഈ പച്ചക്കറി വിൽപ്പനക്കാരനാണ് ഈ കൊടും ക്രൂരകൃത്യം ചെയ്തത്. ഇയാളാണ് പ്രതി. ആ യുവതിയുടെ ഭർത്താവാണ് അയാൾ, ആ പെൺമക്കളുടെ പിതാവും. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് അയാൾ പിടിയിലാവുന്നത്. 27 വയസ്സുള്ള അയാളുടെ ഭാര്യ അനിത, 3, 4, 5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളും. ഈ 4 പേരാണ് കഴുത്തറുത്ത നിലയിൽ വീടിനുള്ളിലെ മുറിയിൽ രക്തം വാർന്ന് മരിച്ചു കിടക്കുന്നതായി നാട്ടുകാർ കണ്ടെത്തുന്നത്. ഈ വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാരാണ് ആദ്യം വിളിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അനക്കമൊന്നുമില്ല. അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ചവിട്ടിപ്പൊളിച്ചാണ് അവർ മരിച്ചു കിടക്കുന്ന രീതിയിലുള്ള ആ ബോഡി മുഴുവൻ കണ്ടെത്തുന്നത്. പോലീസ് തന്നെ പെട്ടെന്ന് തന്നെ നിരവധി സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ഇയാൾക്കായി വിപുലീകരിച്ചു, വ്യാപിപ്പിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അങ്ങനെയാണ് ഒടുവിൽ പ്രതി രാജസ്ഥാനിലേക്കാണ് പോയത് എന്ന് കണ്ടെത്തി അജ്മീറിൽ നിന്ന് ഇയാളെ പിടികൂടുന്നത്. ട്രെയിൻ വഴിയാണ് ഇയാൾ അജ്മീറിലേക്ക് എത്തിയത്. ഒടുവിൽ ചോദ്യം ചെയ്യലിനായി ഡൽഹിയിലെത്തിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞത് വലിയ കടബാധ്യതയിലായിരുന്നു താൻ. അതിൻ്റെ മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നു. പണം തിരികെ ചോദിച്ച് ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങി, വീട്ടിലേക്ക് എത്താൻ തുടങ്ങി, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. ഒടുവിൽ കുടുംബത്തെ ഇല്ലാതാക്കി സ്വയം അവസാനിപ്പിക്കാനായിരുന്നു അയാളുടെ തീരുമാനം. പക്ഷേ ആ കുടുംബത്തെ ഇല്ലാതാക്കിയ ശേഷം, അവരെ കൊന്ന ശേഷം സ്വയം ജീവൻ എടുക്കാനുള്ള ധൈര്യം കിട്ടിയില്ല എന്നാണ് അയാളുടെ മൊഴി. ഈ ബാധ്യത മുഴുവൻ വന്നത് ചൂതാട്ടം വഴിയാണ് എന്നാണ് പോലീസിനോട് അയാൾ പറഞ്ഞത്. आरोपी को किशनगढ़ राजस्थान से पकड़ा गया है और ये जो मामला 25 तारीख का था, उसमें जो ये लेबर का काम करने वाला ये व्यक्ति पता चला था, जो प्राइम सस्पेक्ट था, जो अनीता लेडी है, जो डिजीज्ड है, उनका ये पति था और ये मौके से गायब था। तो इसके लिए हमने तुरंत टीमें गठित करके बिहार, पटना में, एक चेन्नई में और एक अजमेर में टीम भेजी थी। और यहाँ लोकल कुछ टीमें थी जो CCTV ट्रेलिंग करके ये पता कर रही थी कि वो किस तरफ गया है। तो वी फाउंड दैट ही हैज़ गॉन टुवर्ड्स अजमेर वाया ट्रेन। तो हमने अजमेर की टीम को एक्टिवेट किया और उसको वहाँ किशनगढ़ मंडी से कल मॉर्निंग में हमने पकड़ा है। जो अब तक आरोपी का खुद का ये कहना है कि वो कर्जे में डूबा हुआ था और कोई व्यक्ति इसको कॉल करके बार बार पैसे की डिमांड कर रहा था, वापस मांग रहा था। ये एक्सेप्ट करता है कि उसने पैसे लिए थे। ये भी एक्सेप्ट कर रहा था कि ये सारे पैसे उसने जुए में हारे हैं अलग अलग टाइम पे। पिछले 3-4 साल का ये कर्जा उसके ऊपर था और फाइनली जब ये मांग रहा था तो उसने ये सोचा कि मैं अपने फैमिली को सबको मार दूंगा एंड आई विल गो अवे फ्रॉम दिस प्लेस। ये जो मुंचुन केवत है, ये वैसे तो लेबर का काम करता है, अनस्किल्ड लेबर है और वो हैबिचुअल गैम्बलर है। और जिसका ये सोशल मीडिया प्रोफाइल वगैरह देखने के बाद ये पता चलता है कि वेपन के साथ वगैरह पोज करके फ़ोटो ये खिंचवाता है। तो दैट शोज कि ही हैड क्रिमिनल बेंट ऑफ माइंड. സ്ഥിരം ചൂതാട്ടം അതായിരുന്നു അദ്ദേഹത്തിന്റെ കമ്പം. ഈ കൊല നടത്തിയ ആയുധങ്ങൾ പക്ഷേ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചൂതാട്ടം വഴി ഒരു കുടുംബം ഇല്ലാതാകുന്ന സാഹചര്യം. അത് 3 പിഞ്ച് ഓമനകൾ, 3, 4, 5 വയസ്സുള്ളവർ. കൂടുതൽ അന്വേഷണം നടത്തുന്നു. ആയുധങ്ങൾ കണ്ടെത്തി കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.